ഹരിയാനയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം. അവിടെ ഭൂപീന്ദർ സിംഗ് ഹൂഡ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ മുന്നണി സംവിധാനം അവിടെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആം ആദ്മിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ സഖ്യമുണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത്. ആം ആദ്മിക്ക് കുരുക്ഷേത്ര ലോക്സഭാ സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസിന് അവിടെ 9-ൽ 5 സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിജയകരമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ പറയണം. നമുക്കറിയാം, ഇടക്കാല ജാമ്യത്തിൽ വന്ന ആം ആദ്മി നേതാവും പാർട്ടിയുടെ കൺവീനറും ആയിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് പറഞ്ഞത് 10-ൽ 10 ഇന്ത്യ മുന്നണിക്ക് നൽകാൻ ജനങ്ങൾ തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു. അത് ജനങ്ങൾ കേട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇക്വേഷൻ പരമായി ഒക്കെയാണ് അവിടെ വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് BJPക്ക് സംഭവിച്ചെങ്കിലും സീറ്റുകൾ നേടിയെടുക്കാൻ അവരെ സാധിച്ചത്. വോട്ട് ഷെയറിൽ ഹരിയാനയിൽ കോൺഗ്രസിന് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019-ൽ ഹരിയാനയിൽ BJP 60%-ലധികം വോട്ട് ഷെയർ നേടിയെടുത്തപ്പോൾ ഇക്കുറി 40-ലേക്ക് ചുരുങ്ങിയത് ആ കാരണം കൊണ്ട് തന്നെയാണ്. അതായത് 20%-ലധികം വോട്ട് ഷെയറിൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നഷ്ടം തീർച്ചയായും ആ സംസ്ഥാനത്ത് വളരെ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളത് സൈനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നിലവിലെ മുഖ്യമന്ത്രിയായ സൈനിക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഹരിയാനക്കാർ നൽകുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മനോഹർലാൽ ഖട്ടറിന്റെ ജനപ്രിയതയൊന്നും സൈനിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ദുഷ്യന്ത് ചൗട്ടാല പിന്തുണ പിൻവലിച്ചതിന് ശേഷമുള്ള BJPയുടെ നില ഏറ്റവും പരുങ്ങലിലാണ്. എപ്പോൾ വേണമെങ്കിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ BJP അവിടെ നിലം പൊത്തി വീഴും, തകർന്ന് വീണുടയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലേക്കാണ് ഹരിയാനയിലെ നിയമസഭയുടെ കണക്കുകൾ നമ്മൾ വ്യക്തമാക്കേണ്ടത്. അതായത് 30-ലധികം സീറ്റുള്ള കോൺഗ്രസിന്റെ നേതൃത്വം എപ്പോൾ വേണമെങ്കിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ അതിജീവിക്കാനുള്ള കെൽപ്പ് BJP നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ്. അത് മുൻകൈയായി എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും രാഷ്ട്രീയപരമായി ഒരു പോരാട്ടം നടത്താൻ അവിടെ കോൺഗ്രസ് തയ്യാറാകുന്നത്. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഒരു സാഹചര്യമല്ല നിയമസഭയിൽ. കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. 60-ൽ കൂടുതൽ സീറ്റുകളുമായി 3-ൽ 2 ഭൂരിപക്ഷവുമായി കോൺഗ്രസിന് അധികാരത്തിൽ ഏറാൻ കഴിയുമെന്നാണ് സർവേ ഫലങ്ങളിൽ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്.